എറണാകുളത്ത് നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു പരാതി ഉയർന്നു. എങ്ങനെ? നിങ്ങൾ നിങ്ങളുടേതായ ഷിയാസിനെ പ്രൊജക്റ്റ് ചെയ്യുവാൻ വേണ്ടി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി മറ്റു ചിലർക്ക് കിട്ടിയില്ല എന്നൊക്കെ പരാതി ഉയർന്നു. അതൊക്കെ വെറുതെ വാർത്തകൾ വരുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും ഷിയാസിന്റെ മുഹമ്മദ് ഷിയാസിന്റെ പേര് ഞാനത് പുറത്തു പറയാൻ പാടില്ലാത്തതാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാം. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ കുറിച്ച് ഈ കേരളത്തിലെ ഏറ്റവും നല്ല മികച്ച DCC പ്രസിഡന്റാണ്, അയാളെ അവിടെ നന്നായി വന്നാൽ ജയിക്കും എന്ന് പറഞ്ഞത് ശ്രീ KC വേണുഗോപാലാണ്. KC വേണുഗോപാലാണ് പറഞ്ഞത്. ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു വാർത്താ മാധ്യമത്തിൽ വാർത്ത വരുന്നു, ഞാനും KC വേണുഗോപാലും തമ്മിൽ ഈ സീറ്റിനെ ഏറ്റുമുട്ടിയത്. അപ്പൊ എന്നോട് ശകടയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് വേണു പറഞ്ഞു ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്, നീ അത് കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി കണ്ടിത് ചിരിച്ചു. യഥാർത്ഥത്തിൽ അത് പറയാൻ പാടില്ലാത്തതാണ്. ഞാൻ ഈ വിവാദം യഥാർത്ഥത്തിൽ ഞാനല്ല CEC-യിൽ ഷിയാസിനെ അവതരിപ്പിക്കുന്നത്, ശ്രീ KC വേണുഗോപാലാണ്. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച DCC പ്രസിഡന്റുമായുള്ള ഒരാളാണ്, വളരെ പോപ്പുലറാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, അവിടെ അദ്ദേഹത്തിന് മാറ്റമുണ്ടാക്കാൻ കഴിയും, ഒരു സെക്യുലർ വോട്ട് കംപ്ലീറ്റ് നേടാൻ കഴിയുന്ന കാൻഡിഡേറ്റ് ആണ്. ബാക്കി ഇതേ സതീശൻ പറയും, സതീശൻ്റെ DCC പ്രസിഡന്റാണ്, സ്വന്തം DCC പ്രസിഡന്റാണ് എന്ന് പറയും. ഞാൻ ബാക്കി ആ കോൺസ്റ്റിറ്റ്യുവൻസിയെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷെ വാർത്ത വന്ന എന്താ, ഇനി ഞാൻ ഒരു വിവരം കൂടി പറഞ്ഞുതരാം. MP-മാര് മത്സരിക്കണം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഞങ്ങളല്ല തീരുമാനിക്കും. ഞങ്ങൾ AICC അതിലും നിങ്ങളുടെ പേരുണ്ട്, കേൾക്ക്. AICC നേതൃത്വത്തോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങളൊരു തീരുമാനം എടുത്ത് പറയണം. അപ്പൊ അവരൊരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞു. തീരുമാനം എടുത്തത് രണ്ടാമത്തെ ദിവസം രാത്രിയാണ്. ആദ്യത്തെ ദിവസം വാർത്ത സുധാകരനും അടൂർ പ്രകാശനും സീറ്റ്. ആര് തീരുമാനിച്ചോന്ന് ഞങ്ങൾക്കറിയില്ല, മാധ്യമങ്ങൾ തന്നെ തീരുമാനിക്കുക. അന്ന് രാത്രി പറഞ്ഞു സുധാകരനും അടൂർ പ്രകാശനും സീറ്റ് ഇല്ല കേട്ടാ, അതും അവര് തന്നെ തീരുമാനിച്ചു. അപ്പോഴും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. രണ്ടാമത്തെ ദിവസം രാവിലെ വീണ്ടും മാറ്റി, സുധാകരനും അടൂർ പ്രകാശനും സീറ്റ് ഹൈക്കമാൻഡ് കീഴടക്കി കേട്ടാ. ഇതാണ് വാർത്ത, മുട്ടുമടക്കി. വൈകുന്നേരം ആയപ്പോൾ പറഞ്ഞു വീണ്ടും സീറ്റില്ല എന്ന് പറഞ്ഞു. രാത്രി 11 മണിക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ വെച്ച് ഞങ്ങൾ CEC കൂടുമ്പോഴാണ് അദ്ദേഹമാണ് പറയുന്നത് ഞങ്ങളുടെ തീരുമാനം MP-മാര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണ്ട എന്ന് കോൺഗ്രസ് പ്രസിഡന്റ് പറയുന്നത്. അതുവരെയുള്ള വാർത്ത എവിടെ നിന്നാണ്? ആ വാർത്ത ആകാശത്ത് നിന്ന് ഇങ്ങനെ പണ്ട് ചില സ്വാമിമാരിങ്ങനെ ഭസ്മം ഉണ്ടാക്കൂലേ, അതുപോലെ ശൂന്യതയിൽ നിന്നുണ്ടാക്കുന്ന വാർത്തയാണ്. ഞാൻ ഫ്ലാറ്റിന്റെ മുമ്പിൽ ഞങ്ങൾ എത്ര മണിക്കൂർ നിന്നെന്നറിയാമോ? യഥാർത്ഥത്തിൽ എന്താ കാര്യം അവിടെ ആസാമിന്റെ, തമിഴ്നാടിന്റെ, പോണ്ടിച്ചേരിയുടെ ഒക്കെ CEC കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാകെ കൂടിയത് 3.25 മണിക്കൂറാണ്. ഞങ്ങൾ 24 മണിക്കൂർ കൊണ്ട് 55, ആദ്യത്തെ 24 മണിക്കൂർ ഞങ്ങളുടെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ ഡൽഹിയിൽ എത്താൻ പറ്റിയില്ല, സുഖമില്ലാത്തതുകൊണ്ട്. അദ്ദേഹം വന്ന് ആദ്യത്തെ 24 മണിക്കൂറിനകം ഞങ്ങൾ 55 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ 24 മണിക്കൂറിൽ ബാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അങ്ങ് മാധ്യമരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്രയും വേഗത്തിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച ആദ്യത്തെ പ്രാവശ്യമാണ്. 140 സീറ്റുകൾ UDF വിഭജിച്ചു. ഒരു അപസ്വരം പോലും, ചെറിയ പാർട്ടിയോ വലിയ പാർട്ടിയോ, ഒരു അപസ്വരം പോലും ഉണ്ടാകാതെ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി കേരള അല്ലേ. LDF ഉണ്ടായല്ലോ, LDF ഒരുപാട് അവസരം ഉണ്ടായി. LDF കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പ്രശ്നം ഉണ്ടാക്കി, RJD പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങൾക്ക് 2 സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വിട്ടു തന്നു. പക്ഷെ അതിനിടയിൽ നിങ്ങൾ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു, ചില ആൾക്കാർക്ക് പിന്തുണ കൊടുക്കാൻ വേണ്ടി. ഗെയിമിന്റെ ഭാഗമാണെങ്കിൽ പോലും ആണ്. അത് ഞങ്ങൾ പറഞ്ഞില്ലേ വിസ്മയങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ വിസ്മയങ്ങൾ ഉണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.